ഹലോ, അസ്സാം വലൈക്കും. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത്, ഞാൻ എൻ്റെ റൂമിൽ ഒരു വാൾ ഡിസൈൻ ചെയ്തതാട്ടോ. അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനിത് ചെയ്യുമ്പോൾ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കൈ കൊണ്ട് നല്ല കുറേ ബുദ്ധിമുട്ടി. എന്താ വെച്ചാൽ ഇത് കൈ കൊണ്ട് ഇങ്ങനെ ഞാൻ ഈ ഇതൊക്കെ വെച്ചിട്ടാണ്, റൈഡറൊക്കെ വെച്ചിട്ടാണ് കയറിയിട്ടൊക്കെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ക്യാമറ പിടിച്ചു തരാൻ ആരുമില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേറൊരു ചെറിയൊരു ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തായാലും കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വോൾട്ടയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് വീട്ടിൽ ഓരോ ഡിസൈനും ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യാം. അപ്പോൾ പിന്നെ നമുക്കിങ്ങനെ വരകളായിട്ടാണോ ഡിസൈൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് ഇൻസുലേഷൻ ടൈപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് നമുക്ക് കള്ളിയൊക്കെ വരച്ച് കൊടുത്തിട്ട് പിന്നെ അങ്ങനെ ചെയ്യാം. പിന്നെ നമുക്ക് ഈ പുട്ടി തന്നെ നമുക്ക് ഈ ചുമരിൽ ഫസ്റ്റ് ഇടുമ്പോൾ നമുക്ക് ആ കൈ കൊണ്ട് എന്തെങ്കിലും ഡിസൈൻ നമ്മളുടെ ആഗ്രഹത്തിൽ തോന്നുകയാണെങ്കിൽ ആ ഡിസൈൻ വെച്ചിട്ട് ഫ്ലവറിൻ്റെയോ അങ്ങനെയൊക്കെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു മനസ്സിലൊരു ഇതുണ്ടാവുമല്ലോ. പിന്നെ ഈ യൂട്യൂബിലുണ്ട് കേട്ടോ ഇതിനെ പറ്റിയിട്ട് ഓരോരുത്തർ ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാൻ പഠിച്ചത്. അല്ലാണ്ട് പിന്നെ അങ്ങനെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് അങ്ങനെയാണല്ലോ നമ്മൾ. പിന്നെ അങ്ങനെയാണ് കേട്ടോ ഞാൻ ഓരോന്നും ചെയ്യുന്നത്. നമ്മൾക്കൊന്ന് ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് അങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഈ ഡിസൈന് എങ്ങനെ ചെയ്തതിന് ഒന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. പിന്നെ ഇത് കാണിച്ചു തരണം ശരിക്ക്, അങ്ങനെ അപ്പോഴാണ് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുള്ളൂ. എന്നാലും ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പുട്ടി, നമ്മൾ കുറച്ച് പിന്നെ 1 കിലോ പുട്ടിക്ക് 45 രൂപയൊക്കെ ഉള്ളൂ കേട്ടോ. ഇതിന് വളരെ നിസ്സാരമായിട്ടുള്ള ക്യാഷ് ഉള്ളൂ. പിന്നെ ഒരു എന്താണ് 2 കിലോ പുട്ടി വേണ്ടി വന്നു കേട്ടോ. 45 രൂപേൻ്റെ ഒരു പാക്കറ്റ്, അങ്ങനെ 2 കിലോ പുട്ടി വന്ന്. പിന്നെ 30 രൂപേൻ്റെ പെയിൻ്റ് കേട്ടോ, 2 മഞ്ഞയും റെഡും. പിന്നെ പച്ച പെയിൻ്റ് ഒരു 90 രൂപയായി. ഇത്ര കാശായി ഈ വോൾട്ടൈലിന് ചിലവായിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തെങ്കിലും കമൻറ്റ് പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഈ പുട്ടി നമ്മൾ ഫസ്റ്റ് നമുക്ക് അലക്കിയിട്ട് പിന്നെ നമ്മളിങ്ങനെ ഈ ചുമരിലിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ഞാൻ കൈ കൊണ്ട് തന്നെ തേച്ച്, ചിലവർക്ക് ബ്രഷ് കൊണ്ട് വേണമെങ്കിൽ ബ്രഷ് കൊണ്ട് തേക്കാം കേട്ടോ. എന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് നമുക്ക് പല ടൈപ്പിൽ ഡിസൈൻ ചെയ്യാം കേട്ടോ. ഞാനിങ്ങനെ കൈ അടിച്ചടിച്ചടിച്ച് ഇങ്ങനെ അടിച്ചടിച്ചടിച്ച് കൊണ്ടുവരിക ചെയ്ത്. അങ്ങനെ ഈ ഫുള്ള് ചുമര് മൊത്തം ഞാൻ ഇങ്ങനെ കണ്ടോ, ഇവിടെയൊക്കെ കണ്ടോ, ഇങ്ങനെ ചെയ്തെടുത്ത് കേട്ടോ. ആദ്യം ഈ പുട്ടി കൊണ്ട് ഫുള്ള് ചെയ്ത് കൊടുത്ത്, അതിന് ശേഷം പിന്നെ നമുക്ക് പിന്നെ ആ മഞ്ഞ പെയിൻറ്റ് കണ്ടില്ലേ, ആ മഞ്ഞ പെയിൻറ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ പാത്രം കഴുകുന്ന സ്പോഞ്ച് ഉണ്ടല്ലോ, ആ സ്പോഞ്ച് ഒരു കഷ്ണം മുറിച്ചെടുത്തിട്ട് പിന്നെ അതുകൊണ്ട് ഇങ്ങനെ ഒപ്പിയിട്ട് പിന്നെ അങ്ങനെ കൊടുത്തതാണ് കേട്ടോ. അതിൻ്റെ വേറൊരു കഷ്ണം കൂടെ എടുത്തിട്ട് പിന്നെ അത് ഉണങ്ങിയതിന് ശേഷമാണ് ആ റെഡ് കൊടുത്തത്. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഈ വോൾട്ടയിൽ. പിന്നെ എല്ലാവരുടെ നാട്ടിലും ഇന്നലെ മഴ പെയ്തോ? ഇന്നലെ ഇവിടെ നല്ല മഴയായിരുന്നു. പിന്നെ എന്താണ്, അതുകൊണ്ട് നല്ലൊരു പിന്നെ മഴ കിട്ടി. ഭയങ്കര ചൂടാണല്ലോ എല്ലായിടത്തും. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് ബുദ്ധിമുട്ടിക്കാൻ വരുള്ളൂ. അതാണ് ഭയങ്കര കഷ്ടം കേട്ടോ. ഇങ്ങനെ വോയിസ് കൊടുക്കുമ്പോഴാണ് ഓരോന്നും പറഞ്ഞുകൊണ്ട് വരിക. അപ്പോൾ ഞാൻ കട്ടാക്കിയതാണ് പിന്നെയും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ സൗണ്ട് കേട്ടോ നിങ്ങൾ? അതാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് കേൾപ്പിച്ച് തരിക. അപ്പോൾ ഞാനിങ്ങനെ പല ബുദ്ധിമുട്ടുകളും സഹിച്ചിട്ടാണ് ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുന്നു കേട്ടോ. എനിക്കിങ്ങനെ എന്താണ് ഒരു ഇങ്ങനെ മാർഗം കാണണം, വേറെ എന്തെങ്കിലും ഒരു വഴിയൊന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ എൻ്റെ ആഗ്രഹം കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ കുറ്റം പറയുകയല്ല കേട്ടോ. നമുക്ക് വോയിസ് കൊടുക്കുമ്പോൾ വേറൊരു ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. നമ്മൾ പറഞ്ഞാലും പിന്നെയും ഇങ്ങനെ ചെയ്യുമ്പോൾ അതുകൊണ്ട് പറയാം കേട്ടോ, അല്ലാണ്ട് വേറൊന്നുമല്ല. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ നല്ലൊരു റമദാൻ മാസമാണ്. നാളെ 17-ാം രാവാണ്. പിന്നെ എല്ലാവരും നോമ്പ് നോറ്റിട്ടൊക്കെ ക്ഷീണത്തിലാണെന്നറിയാം. അപ്പോൾ നിങ്ങളെ ദുആയിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം. എന്താ ചെയ്യുക, റമദാൻ മാസത്തിൻ്റെ നമ്മൾ നോമ്പ് നോറ്റിട്ടുള്ള പ്രാർത്ഥന ഭയങ്കര അള്ളാഹ് വേഗം സ്വീകരിക്കും. അപ്പോൾ
ഞങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രത്യേകം നിങ്ങളെ ദുആയിൽ ഞങ്ങളെല്ലാവരും ഉൾപ്പെടുത്തണം. അതുപോലെ നിങ്ങളെല്ലാവരെയും പിന്നെ ഞങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും കേട്ടോ. പിന്നെ ഒരാൾ കമൻറ്റ് ചെയ്തിട്ട്, ഒരു മോള് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ അടീനിയത്തിൻ്റെ വിത്ത് ചോദിച്ചിട്ട് കേട്ടോ. അപ്പോൾ ആ വിത്ത് ഞാൻ തരാമല്ലോ, അപ്പോൾ എൻ്റെ സ്ഥലം എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ താമസിക്കുന്നത് പിന്നെ മുക്കം എന്നറിയോ, കാലിക്കറ്റ് മുക്കം, മുക്കം എന്ന് പറയണ്ട, അപ്പോൾ കട്ടാങ്ങൽ പറയും. മുക്കത്തേക്ക് ബസ് കയറിയിട്ടുണ്ടെങ്കിൽ കട്ടാങ്ങൽ എന്നറിയാം കേട്ടോ. ബസ് വരുന്ന വഴിയാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ആ കട്ടാങ്ങൽ ഇറങ്ങിയിട്ട് മാവൂർ റോഡ് ഉണ്ട് കേട്ടോ. അവിടുന്ന് മാവൂർ റോട്ടിലേക്ക് മാവൂർ റോട്ടിലേക്കൊന്നും എത്തേണ്ട, കട്ടാങ്ങന്ന് രണ്ടാമത്തെ സ്റ്റോപ്പാണ്. ത്രിവേണി കഴിഞ്ഞ് പിറ്റത്തെ പൂളക്കോട് എന്ന് പറയും കേട്ടോ. അവിടെയാണ് എൻ്റെ വീടുള്ളത്. അപ്പോൾ അവിടെയാണ് കേട്ടോ ഞാൻ ഈ ചെടികളും ഇതൊക്കെ ആയിട്ട് ഉള്ളത്. അപ്പോൾ അവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലോട്ട് വന്നാൽ ഞാൻ വിത്ത് തരാം. വിത്ത് അല്ലാണ്ട് എൻ്റെ അടുത്ത് തൈകളും ഉണ്ട്, ചെറിയ തൈ മുളപ്പിച്ചുണ്ട്, അത് വേണമെങ്കിലും ഞാൻ തരാം. പിന്നെ വേറൊരാൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ പർദ്ദൻ്റെ ഒരു ഷോപ്പിൻ്റെ ഫോൺ നമ്പർ ഉണ്ടോ എന്ന്. അത് ഞാൻ കുറേ മുമ്പ് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ആ നമ്പർ എൻ്റെ കയ്യിൽ നിന്ന് പോയിരിക്കുന്നു കേട്ടോ. അതുകൊണ്ടാണ്, ക്ഷമിക്കണം കേട്ടോ, ആ ഫോൺ നമ്പർ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഞാൻ കമൻറ്റിന് മറുപടി അയക്കാത്ത. അപ്പോൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ടാണ് എൻ്റെ വിജയം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാവർക്കും ഷെയർ ചെയ്തിട്ട് എന്നെ പിന്നെ ഉയർത്തിക്കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ എനിക്ക് ഇങ്ങനെ പല ഇത് ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ, പിന്നെ ഇങ്ങനെ വോൾ ടൈലുകളാണെങ്കിലും അതൊക്കെ എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹം. അപ്പോൾ പിന്നെ എന്താണ്, അതുപോലെ പുറത്ത് ഇങ്ങനെ ഓരോന്നിൽ ചിരട്ട കൊണ്ട് ചെയ്യാനും, അങ്ങനെ എനിക്കിഷ്ടപ്പെട്ട മാതിരി എല്ലാവർക്കും ചെയ്യാം. അങ്ങനെ ഓരോരുത്തർക്കും അവരെ മനസ്സിലുണ്ടാവും. അപ്പോൾ നമുക്ക് യൂട്യൂബ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൽ നോക്കിയിട്ട് നമുക്ക് ആരും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. നമുക്ക് അതിൽ നോക്കി പഠിക്കാം കേട്ടോ. നമുക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാണ്ടെങ്കിൽ അതിലിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇങ്ങനെ പഠിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ വോൾട്ടൈൽ? എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ വീട് തന്നെ, റൂം തന്നെ മാറും കേട്ടോ. ഓരോന്ന് ചെയ്യാം, ഓരോ ഡിസൈനുകളിലും മോഡലിലും ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും പിന്നെ എൻ്റെ റംസാൻ മാസത്തിലത്തെ 17-ാം രാവിൻ്റെ ഒരിതും എല്ലാം, പിന്നെ നോമ്പില്ലാത്തവർക്കും നോമ്പില്ലാത്തവരെയും ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് വിജയിക്കുമെന്ന പ്രതീക്ഷയോടെ ഞാൻ എൻ്റെ വീഡിയോ നിർത്തുകയാണ് കേട്ടോ. അപ്പോൾ അസ്സലാമു അലൈക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം. അപ്പോൾ ഇതാണ് എൻ്റെ ഫുള്ളായിട്ടുള്ള, കണ്ടോ, ഞാനിത് ചുമര് ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട്, കട്ടിലിട്ടുകൊണ്ടാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ ഇതാ ഇഷ്ടപ്പെട്ടാൽ പിന്നെ ഞാൻ കുറച്ച് ഡിസൈൻ ചെയ്ത പിന്നെ കുറച്ച് സാധനങ്ങളും കൂടെ അതിൻ്റെ കൂടെ കാണിക്കുകയാണ് കേട്ടോ. ഇത് താറാവാണ് കേട്ടോ. കണ്ടോ, ഇത് ഞാനിങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതിങ്ങനെ തുണിയിലൊക്കെ മുക്കിയിട്ട് പിന്നെ ആദ്യം അങ്ങനെ ചെയ്തിട്ട്, അപ്പോൾ അത് ഞാൻ ചെയ്ത വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും കൂടി ഇട്ടതാണ് ഇതൊക്കെ. അപ്പോൾ ഞാൻ പെയിൻറ്റ് കൊടുത്തതാണ് കേട്ടോ. കണ്ടോ, ഇതും ഞാൻ ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഞാനിങ്ങനെ ഈ ടയറിൻ്റെ കട്ട് ചെയ്ത ഇതൊക്കെ അല്ലേ, അതൊക്കെ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ ചെയ്തതാണ്. പിന്നെ ഈ ചിരട്ടയും കൊണ്ട്, കണ്ടോ, ചിരട്ടയും കൊണ്ടൊക്കെ ഞാനിങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് ഇങ്ങനെ ഭംഗിയാക്കിയതാണ്. പിന്നെ കണ്ടോ, ഇതൊക്കെ ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇങ്ങനെ ചിരട്ട പെയിൻറ്റ് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്തതാണ് കേട്ടോ. ഇതൊക്കെ അങ്ങനെ ഞാൻ ഉണ്ടാക്കുന്നതാണ് കേട്ടോ. കണ്ടോ, അപ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ഓരോന്നൊക്കെ ഞാനിങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. കണ്ടില്ലേ, നല്ല വെയിലുണ്ട് പുറത്ത്. അപ്പോൾ അങ്ങനെ ചെയ്തതാണ് ഇതൊക്കെ കേട്ടോ.
അടുത്ത വീഡിയോ ഞാൻ ഈ ബോൾസം ചെടികളും പിന്നെ നിത്യ കല്യാണി ഇതിൻ്റെയൊക്കെ വീഡിയോ ആയിട്ട് ഞാൻ വരാം കേട്ടോ. ഇതിൻ്റെ കയറിങ്ങും ഇതിൻ്റെ നടലും ഒക്കെ ആയിട്ട് വരാം കേട്ടോ.